കുറച്ച് സ്വർണ്ണുണ്ട്. ഇങ്ങോട്ട് തരി. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയെന്ന് വെച്ചാൽ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷെ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതാരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണം ഇല്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ടാ അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ചാ കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുझे ആലിംഗം കരോ. അങ്ങനെ യമുന റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദുവും മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുന റാണി 50,000-മോ 1,00,000-മോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനയ്ക്കുള്ള അറ്റാച്ച്മെന്റ്. ആ, ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ, യമുനയുടെ പണം വാങ്ങിയ ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം. ഇയാൾക്ക് ഉറക്കവും ഇല്ലേ? अंदर आ सकता है? हाय, என்ன நந்த சார் இந்த நேரத்துல? कुछ नहीं. यमुना रानी की इष्टപ്പെട്ട ആപ്പിൾ पसंद है ना? थैंक यू. മണി என்ன தெரியுமா? ഇന്നെടുത്ത പാഠം കാണാതെ പഠിച്ചോ? அது கேட்கவா வந்தீங்க? சொல்லுங்க, வந்த விஷயம் என்ன? என்னமோ மறைக்கிறீங்க. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ ഒന്ന്. இவ்வளவுதானே? I am also getting bored. வாங்க உட்காரலாம். உங்க வைஃபையும் கூட்டிட்டு வந்திருக்கலாமே. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ? യമുനേ, അയ്യോ എന്റെ അനിയൻ, അവൻ എന്തിനാ ഈ നേരത്ത്? ബദ്മാഷ്, കുലുകപ്പെട്ട. நீங்க இங்க வந்தது அவங்களுக்கு தெரியாதா? ഇല്ല, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അവൻ കണ്ട പ്രശ്ന. அதனால என்ன? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ഹലോ ഗോപൻ സർ, நீங்களும் ஏதாவது gift கொண்டு வந்திருக்கீங்களா? എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? என்னோட ஒரு ஃபேன் இப்பதான் ஆப்பிள் கொண்டு வந்து கொடுத்திருக்காரு. ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണമൂർത്തിയാർക്കില്ല. உங்க பெரிய அண்ணன் கொண்டு வந்தா? അവൻ അണ്ണനാ. പൊണ്ണൻ എന്ന് പറയുന്നതാവും ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി. അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. ஆமா, நீங்க என்ன கொண்டு வந்திருக்கீங்க? യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ 17ന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനുസ കസ്തൂരി. ആമാ, ഇത് എന്നാ വില? വിലയോ? ഇതുപോലൊരു ചിരി മതിയല്ലോ. അയ്യോ മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി.
உங்க சின்ன அண்ணன் வந்துட்டாரு. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ஏதோ சோஃபா பின்னாடி ஒளிஞ்சுக்கங்க. இந்த சோஃபா. ദാ കസ്തൂരി. ഹലോ റാണി. ஹலோ மிஸ்டர் கிருஷ்ணகுமார். ദാ, தேங்க்ஸ். ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി. ஆமா, நீங்க இங்க வந்தது உங்க மனைவிக்கு தெரிஞ்சா? ഒന്നുമില്ല. உங்க பிரதர்ஸ்? ബ്രദേഴ്സ്, ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റപ്പ്. രണ്ട് പോത്തമാർ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. உங்க அப்பா? അച്ഛനാ എവിടെ? അയ്യോ, വിടല്ലേ. അയ്യേ. ദേ അതെ, ഞാൻ കാറ്റുള്ളായിരുന്നതാ. മുത്തച്ഛാ, 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 മുത്തശ്ശന് എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ. ആ. യമുനാ റാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു. ആ. എന്നാ അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർണൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ. താരം താരം തേരി വല്യമ്മേൽ കത്തുണ്ട്. ആ, വീട്ടിൽ നിന്നായിരിക്കും. അച്ഛനും അമ്മയും വരണമെന്തോ. എന്റെ പറക്കോട്ട് ഭഗവതി, കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാൽ ഞാൻ എന്തൊരു സമാധാനം പറയും. ആ, താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം എന്താ? യ്യോ. ആ, ആശ്വാസം. കത്ത് എനിക്കല്ല, ഇന്ദുവിനാ. ഇന്ദു, ഇന്ദു എവിടെ ആനന്ദം? അവൾക്കൊരു കത്തുണ്ട്. മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഓ, എന്നാ ഏടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ. പൊട്ടിച്ചെന്നേ ഉള്ളു, വായിച്ചില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് എന്തോ. കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ. കൗസല്യടുത്തിട്ട് വീട്ടിൽ നിന്നാ? നിനക്ക് ആരുടെ കത്താ ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? ഏടത്തിയുടെ കണ്ണ് തുടിച്ച ഏടത്തിയാ കരയേണ്ടത്. ഏടത്തിക്കുണ്ടൊരു കത്ത്, അത് എനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താ ആനന്ദം എഴുതിയിരിക്കുന്നത്? ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറന്ന ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയകാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ ഭ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്തം എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ?